അല്ല ഞങ്ങൾ പിന്നെ ആ ഒരു വിഷയം മാത്രമല്ല, ഞങ്ങളിപ്പോൾ എന്യൂമറേഷൻ നടക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വോട്ടർമാരെ ചേർക്കാനും വോട്ടർമാരൊക്കെ ഉണർന്ന് പ്രവർത്തിക്കണം എന്ന് തുടങ്ങിയ പല കാര്യങ്ങളും ഇവിടെ ഡിസ്കഷനിൽ വന്നു. ആ കൂട്ടത്തിൽ ഇതുവരെ നടന്ന മലപ്പുറം ജില്ലയിലെ ഇലക്ഷൻ്റെ കാര്യങ്ങൾ ഒന്ന് റിവ്യൂ ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളൊക്കെ വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പല സ്ഥലത്തും തീരുമാനങ്ങളായിക്കഴിഞ്ഞു. 1-2 സീറ്റുകളുടെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ തവണ 100% പ്രശ്നങ്ങൾ തീർത്തു പോകാൻ കഴിയും എന്നാണ് ജില്ലാ നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. വെൽഫെയർ പാർട്ടിയുമായിട്ട് അതുപോലെ തൃണമൂൽ കോൺഗ്രസുമായിട്ട് എങ്ങനെയാണ് സഖ്യധാരണകൾ ഉണ്ടാവുക? അതൊക്കെ 2 ദിവസം മുമ്പ് ഇപ്പോൾ മറുപടി ക്ലാരിറ്റിയോട് കൂടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഡെയിലി അത് എന്താണെന്ന് വെച്ചാൽ ആർക്കോ വേണ്ടി ചോദിക്കുന്ന ചോദ്യം പോലെയാണ് ഈ ചോദ്യം. അത് വേണ്ട നമ്മളെ. കാരണം ഇപ്പോൾ അപ്പുറത്ത് STPI ആരോപണം ഉണ്ടല്ലോ. അതൊക്കെ എന്താ ആരും ചോദിക്കാത്തത്? UDFൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്ന് ജാതകം ചോദിക്കുന്നതിന് പകരം UDF എപ്പോഴും സ്റ്റാറ്റസ് കോ ആണ് പറയാറ്. പക്ഷേ ഇത്തവണ വാർഡുകൾ കൂടിയത് പലയിടത്തും അതിനെ പറ്റിയുള്ള അവകാശവാദം കോൺഗ്രസും ഒരുപോലെ പല സ്ഥലങ്ങളും ഉന്നയിക്കുന്നുണ്ട്. അതൊക്കെ തീർക്കാൻ കഴിയുമോ? തീർക്കാൻ കഴിയും, യാതൊരു സംശയവുമില്ല. പല സ്ഥലങ്ങളിലും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ പൊന്മുണ്ടായിരിക്കും. പൊന്മുണ്ടത്ത് പിന്നെ സജീവമായ ചർച്ചയാണ് ഇന്ന് നടക്കുന്നത്. നേതാക്കൾ ഇടപെട്ട് അതോടുകൂടി പ്രശ്നം തീരും. പൊന്മുണ്ടത്ത് പക്ഷേ കുറേ കാലങ്ങളായി തർക്കത്തിലാണ്. ഇത്തവണ പക്ഷേ അവിടെ കോൺഗ്രസ് ലീഗിനെതിരെ CPM പോലും UDF ആയി മത്സരിക്കുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ട് വരില്ല പൊന്മുണ്ടത്ത്. അത് യാതൊരു സംശയവും ഇല്ല. ഇന്നത്തെ ചർച്ചയുടെ ഒരു ഗതി കണ്ടിട്ട് അങ്ങനെയാണ്. എല്ലായിടത്തും UDF സഖ്യം തന്നെ ആയിരിക്കും. UDF സഖ്യം തന്നെ ആയിരിക്കും. UDF ആയി തന്നെയാണ് മത്സരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ ചോദ്യത്തിന് മറുപടി പറയായിരുന്നു. പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ ഉണ്ടാകുക എന്നുള്ളത് നോമിനേഷൻ കഴിഞ്ഞിട്ട് പറയാമെന്ന് ഞാൻ പണ്ടേ പറഞ്ഞത് അതുകൊണ്ടാണ്. ആ ഘട്ടമൊന്നും ആയില്ലല്ലോ. അങ്ങനെ ഉണ്ടായിട്ടില്ല. ഘട്ടമൊന്നും ആയിട്ടുമില്ല. 2026 ഒരു വലിയ മിഷൻ അവിടെ ബാക്കിയുണ്ട്. അതിന്റെ മുമ്പേ തന്നെ ലീഗ് 100% കൊടുത്ത് ബാക്കിയെല്ലാം നിരീക്ഷിക്കാം എന്നൊരു ലെവലിലേക്കാണോ? 2026 മിഷൻ അവിടെ ഉണ്ട്. മിഷൻ വിൽ ബി സക്സസ്ഫുൾ.